രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ 1000 ബേബീസ് എന്ന വെബ് സീരീസ് കാണാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ഇത് റിലീസായിട്ട് കുറച്ച് നാളായെന്ന് എനിക്കറിയാം. എന്നാലും അന്നൊന്നും എനിക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് എനിക്ക് ചില സാങ്കേതികമായ തടസ്സം വന്നുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ടിംഗ് ഒന്നും കറക്റ്റായിട്ട് നടന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തത്, ഞാൻ വിചാരിച്ചു കുറച്ച് ആളായി കാണാൻ ബാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ മാറ്റി വെച്ചിരുന്ന കുറച്ച് വെബ് സീരീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നേരെ 1000 ബേബീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി. അപ്പോൾ അത് വീക്കെൻഡ് ആയിരുന്നു. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീക്കെൻഡ് കൊണ്ട് ഇത് മൊത്തം കണ്ടു തീർക്കണം. എന്തായാലും 2 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, 6 7 എപ്പിസോഡായിരുന്നു തോന്നുന്നു, അതെന്തായാലും കണ്ടു തീർക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാത്രി കൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡും കണ്ടു തീർത്തു. നെക്സ്റ്റ് ഡേ പേരിലൂർ പ്രീമിയർ ലീഗ് കണ്ടു. പിന്നെ അജു വർഗീസിന്റെ ഒരു കേരള ക്രൈം ഫയൽസ് അത് കണ്ടു. ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്ന ഒരു വലിയ കാര്യം എന്നല്ല എന്ന് എനിക്കറിയാം. US കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ 87% വീട്ടുകാരും, ചൈനയിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 900 ദശലക്ഷത്തിലധികം ആൾക്കാരും ഈ വീഡിയോസ് ഇങ്ങനെ ബിഞ്ച് വാച്ചിങ് കാണുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബിഞ്ച് വാച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ബിഞ്ച് വാച്ചിങ് എന്ന് പറഞ്ഞത് ആ സ്റ്റഡി, അതായത് ഞാനൊരു സ്റ്റഡി വെച്ചിട്ടാണല്ലോ സാധാരണ വീഡിയോ ചെയ്യാറ്. ആ സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബിഞ്ച് വാച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന വാക്ക്. പക്ഷേ അതൊരു ഡെക്കറേഷൻ മാത്രമാണ്. ശരിക്കും ഈ തുടർച്ചയായിട്ട് നമ്മൾ ഈ വെബ് സീരീസ് ഒക്കെ കാണില്ലേ, അതിനാണ് ബിഞ്ച് വാച്ചിങ് എന്ന് പറയുന്നത്. അതിനാണ് ബിഞ്ച് വാച്ചിങ്ങിന്റെ മനഃശാസ്ത്രം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പൊ ജേണൽ ഓഫ് കൺസ്യൂമർ ബിഹേവിയറൽ ഈ മാസം പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ആണ് ഇക്കാര്യം പരിശോധിച്ചത്. എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് മുഴുവനായി ഒറ്റ ഇരിപ്പിൽ കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ പഠിച്ചത്. ഇത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബിഹേവിയറിനെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അവർ പഠിച്ചു. ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഈ പഠനത്തിൽ? ഇതൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വിനോദ്. UK നാഷണൽ സർവീസിൽ റിസർച്ച് നേഴ്സായി ജോലി ചെയ്യാണ്. ആരോഗ്യ ഗവേഷണ രംഗത്ത് നടക്കുന്ന പുതിയ തരം പ്രവണതകളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഇത്തരം കണ്ടന്റാണ് സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമന്റ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സഹായം ആകും. ഇനി നമുക്ക് നേരെ ശരിക്കും വീഡിയോയിലേക്ക് പോവാം. ഗവേഷകരെ ഈ പഠനത്തിൽ മെയിനായിട്ട് ഉപയോഗിച്ചത് SOR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. അതായത് ഈ തിയറി പ്രകാരം എസ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്, O എന്ന് പറഞ്ഞാൽ ഓർഗാനിസം, R എന്ന് പറഞ്ഞാൽ റെസ്പോൺസ്. അതാണ് SOR. അതിൽ ഒന്നാമത്തെ എസ് സ്റ്റിമുലസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 1000 ബേബീസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്ലിഫ് ഹാങ്ങർ സിറ്റുവേഷനിലാണല്ലോ എപ്പോഴും അവർ അവസാനിപ്പിക്കുക. അതായത് ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരിക്കും അവർ അവസാനിപ്പിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും കണ്ടേ തീരുന്നാവും. അതൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ്, പുറമേ നിന്നുള്ള ഒരു ഫാക്ടർ. ഇനി ഓർഗാനിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റഹ്മാൻ എന്ന കഥാപാത്രത്തോട് നമുക്കുണ്ടാവുന്ന ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. അതായത് നമ്മുടെ ആരോ പരിചയക്കാരനാണ്, ഒരു പോലീസുകാരനാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് എന്നൊക്കെ തോന്നില്ലേ, അതിനാണ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഇന്റേണൽ ആണ്. ആദ്യം പറഞ്ഞത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെങ്കിൽ ഇത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി മൂന്നാമത്തെ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തുടർച്ചയായി നമ്മൾ ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളുടെ ഫലമായി നമ്മൾ തുടർച്ചയായി എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ റെസ്പോൺസ്. അതാണ് ഈ SOR തിയറിയിലെ ഏറ്റവും അവസാനം പറഞ്ഞ R എന്ന റെസ്പോൺസ്. ഈ ഒരു തിയറി വെച്ചിട്ടാണ് ഇവർ പഠനത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു തിയറി വെച്ചിട്ടാണ് ഇവർ എങ്ങനെയാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബിഹേവിയറിനെ ബിഞ്ച് വാച്ചിങ് ബാധിക്കുന്നതെന്ന് പഠിച്ചത്. പഠനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ബിഞ്ച് വാച്ചിങ്ങിന് ഒരു ത്രഷോൾഡ് ഉണ്ട്. അതെന്താണെന്ന് പഠനം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3 എപ്പിസോഡുകൾ കഴിഞ്ഞാൽ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ്. 3 എപ്പിസോഡുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3 എപ്പിസോഡുകളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തീരുന്നവരെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതാണ് ത്രഷോൾഡ് എന്ന് പറഞ്ഞിട്ട് അവർ കണ്ടുപിടിച്ചത്. അത് ഈ പഠനത്തിന്റെ SOR തിയറി വെച്ച് അവർ കണ്ടുപിടിച്ചതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം അവർ കണ്ടുപിടിച്ചത് പാരാസോഷ്യൽ ഇന്ററാക്ഷൻ. പാരാസോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പേടിക്കൊന്നും വേണ്ട, നമുക്ക് കഥാപാത്രങ്ങളുള്ള ഒരു ആത്മബന്ധം വളരും. അതായത് ഈ ആത്മബന്ധം നമ്മളെ കൂടുതൽ എപ്പിസോഡിൽ കാണാൻ പ്രേരിപ്പിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ 1000 ബേബീസിലെ റഹ്മാന്റെ കൂടെയുള്ള പോലീസുകാരൻ റഹ്മാനെ നേരെ തോക്ക് ചൂണ്ടുന്ന ഒരു സീനുണ്ട്. ഏകദേശം അവസാന എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുന്നില്ലേ? അതന്നെ, അതെന്തുകൊണ്ടാണ്? നമ്മൾ തന്നെയാണ്, അല്ലാതെ നമ്മുടെ ഒരു പരിചയക്കാരനാണ് എന്നുള്ള ഒരു ആത്മബന്ധം നമുക്ക് റഹ്മാനോട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമുക്കുള്ളിൽ. അതിന് തന്നെയാണ് ഈ പാരാസോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കണ്ടന്റ് ഇടുന്ന, സ്ഥിരമായി നമ്മൾ കണ്ടന്റ് ഇടുന്ന ഒരു സെലിബ്രിറ്റി, സ്ഥിരമായി നമ്മൾ കണ്ടന്റ് വായിക്കുന്ന ഒരു സെലിബ്രിറ്റിയെ നമുക്ക് പരിചയമുള്ള ഒരാളായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, ഇല്ലേ? അതും ഈ പാരാസോഷ്യൽ ഇന്ററാക്ഷൻ കാരണമാണ്. മോഹൻലാലിനെ നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ മോഹൻലാലിനെ ഇതുവരെയായിട്ടും ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. എങ്കിലും മോഹൻലാൽ നമ്മളുടെ പരിചയക്കാരനാണെന്നോ, മമ്മൂട്ടി നമ്മുടെ പരിചയക്കാരനാണെന്നോ, അല്ലെങ്കിൽ ടോവിനോ തോമസ് നമ്മുടെ അച്ചായനാണെന്നൊക്കെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. ഇനി നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബിഹേവിയറിനെ പറ്റിയിട്ട് ഈ പഠനം പറഞ്ഞിട്ടുണ്ട്. ബിഞ്ച് വാച്ചിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, പ്രത്യേകിച്ച് 3 എപ്പിസോഡുകൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ
പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളെ കൊണ്ട് പൈസ ചിലവാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തന്ത്രങ്ങൾ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം SOR തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ആ മനഃശാസ്ത്രം ഉണ്ടല്ലോ, അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ. ആ മനസ്സിലാക്കിയ മനഃശാസ്ത്രം വെച്ചിട്ടാണ് അവരവരുടെ ലാഭം ഉണ്ടാക്കുന്നത്. ഈ ഫ്രീ ട്രയൽ സ്ട്രാറ്റജിയാണ് അതിൽ ഒന്നാമത്തെ അവരുടെ തന്ത്രം. ആദ്യത്തെ 3 എപ്പിസോഡുകൾ സൗജന്യമായി നൽകും. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. സ്ട്രീം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അവർ നെക്സ്റ്റ് എപ്പിസോഡ് പ്രൊവൈഡ് ചെയ്യൂ എന്ന് പറയും. ഇത് നമുക്കൊരു ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഫ്രീ സാമ്പിൾ കൊടുക്കില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഫ്രീ സാമ്പിൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫുൾ കോഴ്സ് തിന്നാൻ വേണ്ടി തോന്നും. അതുപോലെ തന്നെ പക്ഷെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇത്തരത്തിൽ 2 എപ്പിസോഡോ അല്ലെങ്കിൽ 3 എപ്പിസോഡോ ഫ്രീ ആക്കിയതിനു ശേഷം ഇനി അടുത്തതിന് സബ്സ്ക്രിപ്ഷൻ ചെയ്യണം എന്ന് പറയുന്ന പരിപാടി നമ്മുടെ നാട്ടിലുണ്ടോ? എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്താം. ഞാൻ അത്ര കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പഠനം നടന്നത് ചൈനയിലാണ്. അപ്പോൾ ചൈനയിൽ ഉള്ള ഒരു സ്ട്രാറ്റജി ആണോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ വേറെ ഒന്ന് ഓട്ടോമാറ്റിക് പ്ലേ ബട്ടൺ, നെക്സ്റ്റ് ബട്ടൺ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അതായത് നമ്മൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോവുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നേരിട്ടിട്ട് നെക്സ്റ്റ് ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്ത എപ്പിസോഡ് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുന്നത് ഇവരുടെ ഒരു തന്ത്രമാണ്. അത് നമ്മളെ ബിഞ്ച് വാച്ചിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഓട്ടോമാറ്റിക് പ്ലേ എന്നുള്ള ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നല്ലത്. കൂടുതൽ എപ്പിസോഡുകൾ നമ്മളെ കാണിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഇനി പിന്നെ ഉറപ്പായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ് ഈ ക്ലിഫ് ഹാങ്ങർ സിറ്റുവേഷനുകൾ. എന്തായിരിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ആയിരിക്കും മിക്കവാറും എല്ലാ എപ്പിസോഡും അവസാനിക്കുന്നത്. അത് അവരുടെ ഒരു ടെക്നിക്കാണ്. പിന്നെ ഉത്കണ്ഠ കാരണം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ തോന്നും ഈ ഒരു എപ്പിസോഡ് കൂടി മാത്രമേ ഞാൻ കാണുള്ളൂ, ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്തായാലും ഞാൻ ഓഫ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു എപ്പിസോഡ് കാണുന്നത്. കാരണം കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നുമല്ലോ, എത്രയോ സമയം വേസ്റ്റ് ആക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കും ഈ എപ്പിസോഡ് ലാസ്റ്റാണ്, ഇത് എന്ത് വന്നാലും ഞാൻ അടുത്ത് കാണില്ല. പക്ഷെ ആ ക്ലിഫ് ഹാങ്ങർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. പിന്നെ നമുക്ക് അവിടെ നിർത്താൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂയിങ് പാറ്റേൺ വെച്ചിട്ട് അവർ നമുക്ക് വേണ്ട കണ്ടന്റ് അവർ സജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂയിങ് പാറ്റേൺ വെച്ചിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വരാറില്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അറിയാം. ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ വീക്ക്നെസ് നല്ല ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അവര് നമ്മളെ കൊണ്ട് കൂടുതൽ കാലം അവരുടെ സേവനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കുന്നുണ്ട്. അവർ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പഠനം വന്നുകൊണ്ട് ഇത് പഠിക്കാനും ഇത് അറിയാനും സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെറുതായിട്ട് ഇത് പല കണ്ടന്റുകളിലും ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്. എന്നാൽ കൂടി ഇത് ഇത്ര ഒരു തിയററ്റിക്കലായിട്ട് ഈ സൈക്കോളജിക്ക് ഇതിന്റെ പിന്നിലുള്ള SOR തിയറിയൊക്കെ വെച്ചിട്ടുള്ള ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പഠനം വായിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിതൊന്ന് പറയണം തോന്നിയത്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാലോ. ഇത് അവർക്ക് എന്തായാലും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നേടി കൊടുക്കുന്നുണ്ട്. ബിഞ്ച് വാച്ചിങ് ശരിക്കും നമ്മളെ സമയത്തെയും പണത്തെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് പങ്കുവയ്ക്കൂ. എന്തായാലും വീഡിയോ ഇത്ര നേരം കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ്.